രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിലുള്ള കലിഞ്ചാര ഗ്രാമത്തിൽ നടന്നിരുന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ തീവ്ര ഹിന്ദുത്വവാദികൾ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അക്രമികൾക്ക് കൂട്ടുനിന്ന പോലീസ് ഇരകളായ 4 കത്തോലിക്ക വിശ്വാസികളെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ഏറ്റവും പവിത്രമായ വിശുദ്ധ കുർബാന സ്വീകരണ വേളയിലാണ് അക്രമികൾ പ്രാർത്ഥനാ ഹാളിലേക്ക് അതിക്രമിച്ചു കയറിയത്. ബലിപീഠത്തിന് മുന്നിൽ ഭക്തിപൂർവ്വം നിന്ന വിശ്വാസികളെ ഭയപ്പെടുത്തിക്കൊണ്ട് അവർ മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തി. മതം മാറ്റം നടക്കുന്നുവെന്ന വ്യാജാരോപണം ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു അക്രമികളുടെ ശ്രമം. വിശ്വാസികൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ കത്തികാട്ടി വധഭീഷണി മുഴക്കിയതായും ഇടവക വികാരി ഫാദർ അരവിന്ദ് ആംലിയാർ വെളിപ്പെടുത്തി. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം വിരമിച്ച അധ്യാപകനടക്കമുള്ള 4 വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോയി. ഇവർക്കെതിരെ കൊലപാതക ശ്രമം, കലാപശ്രമം തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ വിശ്വാസികളുടെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഇത് ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് സഭാ നേതൃത്വം ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിലെ ജനസംഖ്യയിൽ വെറും 0.15% മാത്രമുള്ള ക്രൈസ്തവർ നിരന്തരം ഇത്തരം വെല്ലുവിളികൾ നേരിടുകയാണ്. മതമാറ്റ നിരോധന നിയമങ്ങളെ ആയുധമാക്കി പ്രാർത്ഥനാ കൂട്ടായ്മകളെ വേട്ടയാടുന്നത് ഇവിടെ പതിവാകുന്നു. സംഭവത്തെ ഉദയപൂർ ബിഷപ്പ് ശക്തമായി അപലപിച്ചു. സ്നേഹത്തിനെയും സമാധാനത്തിനെയും പാത പിന്തുടരുന്ന ക്രൈസ്തവരെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദിമസഭ നേരിട്ട പീഡനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെയും പ്രാർത്ഥനയിലൂടെയും നിയമ പോരാട്ടത്തിലൂടെയും നേരിടാമെന്ന് ഇടവക പ്രതിനിധികൾ വ്യക്തമാക്കി.